വെൽക്കം ടു ബുദ്ധ സ്ട്രീറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കാക്കനാടിനടുത്ത് വികാസ് വാണിയിൽ മനോഹരമായ ഒരു വില്ല പ്രൊജക്റ്റിനുള്ളിലെ 4BHK വില്ലയുടെ വിശേഷങ്ങളുമായിട്ടാണ്. 6 സെൻറ്റ് സ്ഥലത്ത് 2800 സ്ക്വയർ ഫീറ്റിൽ 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും സ്റ്റഡി റൂമും വർക്ക് ഏരിയയും കൂടാതെ 3 കാർ പാർക്കിംഗ് സൗകര്യവും ഉൾപ്പെടെയാണ് ഈ ഒരു വീട് വന്നിരിക്കുന്നത്. കൂടാതെ ഒരു സെർവൻറ്റ് ബാത്റൂമും സെർവൻറ്റിനുള്ള ഒരു ചെറിയ റൂമും ഉണ്ട്. ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. മനോഹരമായ ഈ ഒരു വില്ലയുടെ എലിവേഷൻ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ ബോക്സി എലിവേഷൻ നൽകി അത്യാവശ്യം ടെക്സ്ചർ പെയിൻറ് വർക്കുകളും സിലിണ്ടറിക്കൽ ലൈറ്റും പെർമനന്റ് ഗ്ലാസ് വിൻഡോയും ജാളി വർക്കും ലൂവേർഡ് ഡിസൈനിലുള്ള പാനലിങ്ങും ഒക്കെയാണ് നൽകിയിരിക്കുന്നത്. 3.5 മീറ്ററോളം ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ ഒരു വില്ല വരുന്നത്. വില്ലയുടെ കോമ്പൗണ്ട് വാളിലേക്ക് വന്നു കഴിഞ്ഞാൽ ടെക്സ്ചർ വർക്കും കൂടാതെ 2-way ലൈറ്റ്സും ഒക്കെ കൊടുത്ത് വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ എലിവേഷനോട് മാച്ച് ചെയ്യുന്ന കളർ കോമ്പിനേഷനിൽ തന്നെയാണ് കോമ്പൗണ്ട് വാൾ വന്നിരിക്കുന്നത്. മെയിൻ ഗേറ്റ് കൂടാതെ ഒരു വിക്കറ്റ് ഗേറ്റ് കൂടി ഈ ഒരു വില്ലയ്ക്ക് നൽകിയിട്ടുണ്ട്. കോമ്പൗണ്ട് വാൾ പില്ലറിൽ ഷോ ലൈറ്റ്സും നൽകിയിട്ടുണ്ട്. 4.6 മീറ്ററാണ് ഇവിടെ ഗേറ്റിൻ്റെ ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഭംഗിയുള്ള കളർ കോമ്പിനേഷനാണ് ഗേറ്റും വന്നിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് കോബിൾ സ്റ്റോണും ഇൻ്റർലോക്കിംഗ് കട്ടകളും ഒക്കെ വിരിച്ച ഒരു വിശാലമായ മുറ്റത്തേക്കാണ്. സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ എലിവേഷനും മെയിൻ ഡോർ ഈസ്റ്റ് സൈഡിലേക്കുമുള്ള ഈ ഒരു വീടിന് 3 കാർ പാർക്കിംഗ് സൗകര്യമാണ് ഉള്ളത്. ആദ്യ 2 കാർ പാർക്കിംഗ് സൗകര്യം ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. 3ാമത്തെ കാർ പാർക്കിംഗ് സൗകര്യം സിറ്റ് ഔട്ടിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ലഭിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ടെക്സ്ചർ പെയിൻ്റ് ഒക്കെ കൊടുത്ത് ഭംഗിയുള്ള വാൾ ലൈറ്റും കൂടാതെ നാച്ചുറൽ പ്ലാന്റ്സും നൽകിയിട്ടുണ്ട്. വീടിൻ്റെ ഫ്രണ്ട് സൈഡിൽ ഗേറ്റിന് സമീപത്തായിട്ട് KW വാട്ടർ കണക്ഷൻ്റെ ഒരു സ്റ്റോറേജും നൽകിയിട്ടുണ്ട്. ഇതുകൂടാതെ ബോർവെല്ലും കിണറും ഈ ഒരു വീടിന് അവൈലബിൾ ആണ്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ വെസ്റ്റ് സൈഡിലായിട്ടാണ് ഉള്ളത്. 2.5 അടിയോളമാണ് ഈ ഒരു ഭാഗത്തെ വിട്ട് വരുന്നത്. ഇവിടെയെല്ലാം തന്നെ ഇൻ്റർലോക്കിംഗ് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത്. ഈ ഒരു സൈഡിലെ കോമ്പൗണ്ട് വാളിലേക്ക് വന്നു കഴിഞ്ഞാൽ ടെക്സ്ചർ വർക്കും സ്ക്വയർ ടോപ്പ് ഡിസൈനും ഒക്കെ കൊടുത്ത് മുകളിലായിട്ട് പ്ലാന്റർ ബോക്സ് നൽകി നാച്ചുറൽ പ്ലാന്റ് നൽകിയാണ് വന്നിരിക്കുന്നത്. കൂടാതെ വെസ്റ്റ് സൈഡിലായിട്ട് ഒരു ടാപ്പും നൽകിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ ഈസ്റ്റ് സൈഡിലായിട്ടാണ് ഉള്ളത്. 3 അടിയോളമാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഈ ഒരു ഭാഗത്ത് കോബിൾ സ്റ്റോൺ ആണ് വിരിച്ചിരിക്കുന്നത്. ബാക്ക് സൈഡിലായിട്ട് നമ്മൾ കാണുന്നത് ഡൈനിങ് സ്പേസിൽ നിന്നുള്ള കോർട്ട്യാർഡ് പോർഷനാണ്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് കിണർ നൽകിയിരിക്കുന്നത്. കിണറിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് വർക്ക് ഏരിയ വരുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി നാനോ ഗ്രാനൈറ്റ് യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. 11 അടി നീളവും 5.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു സ്പേഷ്യസ് ആയ സിറ്റ് ഔട്ടിന് ഉള്ളത്. 3-4 ചെയർ ഇടാനുള്ള സ്പേസ് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ലഭിക്കുന്നുണ്ട്. സിറ്റ് ഔട്ടിൻ്റെ സ്റ്റെപ്പിനോട് ചേർന്ന ഭാഗത്തും വാളിൽ ടെക്സ്ചർ പെയിൻ്റാണ് നൽകിയിരിക്കുന്നത്. ബാക്ക് സൈഡിലായിട്ട് ഭംഗിയുള്ള റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള വിൻഡോയാണ് വരുന്നത്. സീലിംഗിൽ സ്പോട്ട് ലൈറ്റാണ് നൽകിയിരിക്കുന്നത്. കിഴക്ക് ദർശനമായിട്ടുള്ള ഈ വീടിൻ്റെ മെയിൻ ഡോർ ഇമ്പോർട്ടഡ് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ലോക്കിംഗ് സിസ്റ്റം നമ്പർ ലോക്കായിട്ടാണ് വന്നിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്ത് വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു മെയിൻ ഡോർ വന്നിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ ലിവിങ് സ്പേസിലേക്ക് വരുമ്പോൾ സൗത്ത് സൈഡിലായിട്ട് വലിയൊരു പെർമനൻറ്റ് ഗ്ലാസ് വിൻഡോ നൽകിയിട്ടുണ്ട്. അതിന് കട്ടൺ വർക്കുകളും ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് ലിവിങ് സ്പേസിലേക്കാണ്. 16 അടിയിലേറെ നീളവും 11.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ലിവിങ് സ്പേസിന് ഉള്ളത്. സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനായിട്ടുള്ള ഈ ഒരു ലിവിങ് സ്പേസിൻ്റെ സൗത്ത് സൈഡിലേക്ക് താഴെയായിട്ട് ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള വിൻഡോ കൂടാതെ ഈസ്റ്റ് സൈഡിലായിട്ട് 3 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. മുകൾ ഭാഗത്ത് 2 പെർമനൻറ്റ് ഗ്ലാസ് വിൻഡോയും നൽകി ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്ത് എല്ലാ വിൻഡോയ്ക്കും കർട്ടൻസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വലിപ്പമുള്ള ഒരു കോർണർ സോഫ സെറ്റിനും കോഫി ടേബിളിനുമുള്ള സ്പേസ് നമ്മുടെ ഈ ഒരു ലിവിങ് സ്പേസിന് ലഭിക്കുന്നുണ്ട്. ഡബിൾ ഹൈറ്റായിട്ട് വരുന്ന ഈ ഒരു ലിവിങ് സ്പേസിൻ്റെ സീലിംഗ് വർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ വുഡൻ പാനലിങ്ങും ബീഡിങ്ങും ഒക്കെ കൊടുത്ത് സ്പോട്ട് ലൈറ്റും ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നോർത്ത് സൈഡ് വോളിലായിട്ടാണ് ഭംഗിയുള്ള TV യൂണിറ്റ് വരുന്നത്.
സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആയിട്ടാണ് ഈ ഒരു ടി വി സ്പേസ് ചെയ്തിരിക്കുന്നത്. താഴെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ലൂവർഡ് ഡിസൈനിലുള്ള സ്റ്റോറേജ് ആണ് നൽകിയിരിക്കുന്നത്. ബാക്ക് സൈഡിൽ ടെക്സ്ചർ പെയിൻ്റ് ഒക്കെ കൊടുത്ത് ഭംഗിയുള്ള ഒരു വാൾ ലൈറ്റും നൽകിയിട്ടുണ്ട്. ലിവിങ്ങിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തെ സീലിംഗ് വർക്ക് വളരെയധികം ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വുഡൻ ബീഡിംഗ് ഒക്കെ കൊടുത്ത് പ്രൊഫൈൽ ലൈറ്റ്, സ്ട്രിപ്പ് ലൈറ്റും ഭംഗിയുള്ള സ്പോട്ട് ലൈറ്റും കൂടാതെ ഹാങ്ങിങ് ലൈറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലിവിങ്ങിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഇവിടെയായിട്ട് വുഡൻ ടെക്സ്ചറിലുള്ള ഒരു പാനലിംഗ് നൽകി അതിൽ സ്പോട്ട് ലൈറ്റ് ഒക്കെ നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ഡൈനിങ് സ്പേസ് വരുന്നത്. 16.5 അടിയിലേറെ നീളവും 11.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ഡൈനിങ് സ്പേസിന് ഉള്ളത്. 8 സീറ്റർ ഡൈനിങ് ടേബിൾ വളരെ ഈസി ആയിട്ട് നമുക്കിവിടെ സെറ്റ് ചെയ്യാനായിട്ട് കഴിയും. ഈ ഒരു ഭാഗത്തായിട്ട് കോർട്ട്യാർഡിലേക്കുള്ള ഓപ്പണിംഗ് ആണ് വരുന്നത്. കോർട്ട്യാർഡിലേക്ക് വലിപ്പമുള്ള ഗ്ലാസ് ഡോറാണ് നൽകിയിരിക്കുന്നത്. സ്ലൈഡിംഗ് രീതിയിൽ ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലാണ് ഈ ഡോറുകൾ വന്നിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ടും അതേപോലെ തന്നെ കോമ്പൗണ്ട് വാളിലും ഇവിടെ നൽകിയിരിക്കുന്നത്. അത്യാവശ്യം നാച്ചുറൽ പ്ലാന്റ്സ് ഒക്കെ കൊടുത്ത് റൂഫിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്ക്വയർ ട്യൂബ് വർക്ക് ചെയ്ത് പോളികാർബൺ ഷീറ്റാണ് നൽകിയിരിക്കുന്നത്. ഡൈനിങ് സ്പേസിൻ്റെ ഈ ഒരു സൈഡിലായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ജാഗ്വാറിൻ്റെ ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. വലുപ്പമുള്ളൊരു മിറർ നൽകിയിരിക്കുന്നുണ്ട്. മിററിൻ്റെ ബാക്ക് സൈഡിലായിട്ട് DB ബോക്സ് ആണ് വരുന്നത്. ഈ ഒരു വാഷ് കൗണ്ടറിൻ്റെ കൗണ്ടർ ടോപ്പും അതുപോലെ തന്നെ ബാക്ക് സൈഡിലായിട്ടുള്ള വോളും കംപ്ലീറ്റ്ലി മാറ്റ് ഫിനിഷ് സ്റ്റൈൽ യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഭംഗിയുള്ള 2 നാച്ചുറൽ പ്ലാന്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് സ്പേസിൻ്റെ സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ വുഡൻ ബീഡിംഗ് ഒക്കെ കൊടുത്ത് സ്പോട്ട് ലൈറ്റും ട്രാക്ക് ലൈറ്റും ഓറഞ്ചിൻ്റെ ഭംഗിയുള്ള സീലിംഗ് ഫാനുമാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു വാൾ കംപ്ലീറ്റ്ലി ടെക്സ്ചർ പെയിൻ്റ് ഒക്കെ കൊടുത്ത് ഭംഗിയുള്ള ഒരു വാൾ ലൈറ്റും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ട് വലിപ്പമുള്ള ഒരു ക്രോക്കറി ഷെൽഫ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. സ്റ്റെയറിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഇൻവെർട്ടറിനുള്ള പോയിന്റ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്ക് സൈഡിലുള്ള വാൾ കംപ്ലീറ്റ്ലി ടെക്സ്ചർ പെയിൻ്റ് ആണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ വീട്ടിൽ V-ഗാർഡിൻ്റെ വയേഴ്സും 5% സ്വിച്ചസുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഭംഗിയുള്ള ഒരു പാറ്റേണിലെ ഗ്ലോസി ടൈലാണ് എല്ലായിടത്തും നൽകിയിരിക്കുന്നത്. ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചൻ്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ കിച്ചൻ്റെ എൻട്രൻസ് ഭാഗത്ത് തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ വരുന്നുണ്ട്. അതിനെ കണ്ടിന്യൂ ചെയ്ത് വരുന്ന പാനലിൽ ഭംഗിയുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ് നൽകിയിട്ടുണ്ട്. ഇതിനോട് ചേർന്ന് വരുന്ന വോളിലായിട്ട് ലൂവർഡ് ഡിസൈനുള്ള പാനലിംഗ് ആണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ബാക്ക് സൈഡിൽ ഒരു സൈഡിലായിട്ട് ചേർന്ന് തന്നെ ഒരു ക്രോക്കറി ഷെൽഫ് കൂടി വരുന്നുണ്ട്. നോർത്ത് ഈസ്റ്റ് കോർണറായിട്ടുള്ള ഈ ഒരു കിച്ചണിന് 9.5 അടിയിലേറെ നീളവും 9 അടിയിലേറെ വീതിയുമാണ് വരുന്നത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്. ഇലക്ട്രിക് ചിമ്മിനി ഓൾറെഡി പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈസ്റ്റിലേക്കും നോർത്തിലേക്കും 3 ഡോർ വിൻഡോ നൽകി ബ്ലൈൻഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. 3 ലെയറായിട്ട് ധാരാളം സ്റ്റോറേജ് സ്പേസും ഓപ്പൺ ബോക്സും ഈ ഒരു കിച്ചണിന് നൽകിയിട്ടുണ്ട്. കൗണ്ടർ ടോപ്പായിട്ട് നാനോ ഗ്രാനൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ധാരാളം പവർ പോയിന്റും കാര്യങ്ങളും വരുന്നുണ്ട്. എല്ലാവിധ സൗകര്യങ്ങളും കൂടിയ ഒരു സിങ്കും ടാപ്പും നൽകിയിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും അതുപോലെ തന്നെ വുഡൻ ബീഡിങ്ങും ട്രാക്ക് ലൈറ്റും ഭംഗിയുള്ള ഒരു സീലിംഗ് ഫാനും നൽകിയിട്ടുണ്ട്. ഈ ഒരു കിച്ചൺ കൂടാതെ ഇവിടെയായിട്ട് നമുക്കൊരു ചെറിയ സ്പേസ് ലഭിക്കുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഫ്രിഡ്ജിനുള്ള പോയിന്റ് വരുന്നത്. ഇവിടെയും അത്യാവശ്യം സ്റ്റോറേജ് ഒക്കെ നൽകിയിട്ടുണ്ട്. കൂടാതെ ഇവിടെയായിട്ടൊരു സർവൻറ്റ് ബാത്റൂമും വരുന്നുണ്ട്. കിച്ചൺ കൂടാതെ ഇവിടെയായിട്ട് സ്പേഷ്യസ് ആയ ഒരു വർക്ക് ഏരിയ കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. 28.5 അടിയിലേറെ നീളവും 5 അടി വീതിയുമാണ് ഈ ഒരു വർക്ക് ഏരിയയ്ക്ക് ഉള്ളത്. മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വർക്ക് ഏരിയയിൽ വലുപ്പമുള്ളൊരു കൗണ്ടർ സ്പേസും വലിയൊരു സിങ്കും ടാപ്പും നമുക്ക് ലഭിക്കുന്നുണ്ട്. അത്യാവശ്യം പവർ പോയിന്റും കാര്യങ്ങളും നൽകി 2 ലെയറായിട്ട് ധാരാളം സ്റ്റോറേജും വരുന്നുണ്ട്. ഇത് കൂടാതെ ഇവിടെയായിട്ട് ഒരു 3 ഡോറിൻ്റെ കബോർഡ് നമുക്ക് ലഭിക്കുന്നുണ്ട്. 2 സൈഡും സ്ലൈഡിംഗ് ഡോറാണ് നൽകിയിരിക്കുന്നത്. ഫുള്ളി കവർ ചെയ്ത് വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു വർക്ക് ഏരിയ ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും വുഡിലാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 12.5 അടിയിലേറെ നീളവും 12.5 അടിയോളം വീതിയുമാണ് ഉള്ളത്. സൗത്തിലേക്ക് വലുപ്പമുള്ളൊരു വിൻഡോയും വെസ്റ്റിലേക്ക് 3 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. വിൻഡോകളെല്ലാം തന്നെ പാനലിംഗ് വർക്ക് ചെയ്ത് കർട്ടൻസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ വെസ്റ്റ് സൈഡ് വോളിലായിട്ട് ടെക്സ്ചർ പെയിൻ്റ് ഒക്കെ കൊടുത്ത് വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് പ്രൊഫൈൽ ലൈറ്റ്, സ്പോട്ട് ലൈറ്റ്, ഭംഗിയുള്ള ഒരു സീലിംഗ് ഫാൻ നൽകിയിട്ടുണ്ട്. ഒരു കോർണറിലേക്ക് മാറി ഒരു ചെറിയ ടേബിളും ഡ്രസ്സിംഗ് യൂണിറ്റും വലുപ്പമുള്ള കബോർഡും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്.
ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും തമ്മിൽ ചെറിയ സെപ്പറേഷനൊക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു ബാത്റൂം വന്നിരിക്കുന്നത്. ജാഗ്വാറിൻ്റെ വാൾ മൗണ്ട് വാട്ടർ ക്ലോസറ്റാണ് നൽകിയിരിക്കുന്നത്. ഫിറ്റിംഗ്സ് എല്ലാം തന്നെ ജാഗ്വാറിൻ്റെ ആണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റും എക്സ്പോസ്റ്റ് ഫാനും ഹീറ്ററിനുള്ള പോയിന്റും ഈ ഒരു ബാത്റൂമിന് നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും വുഡിലാണ് ചെയ്തിരിക്കുന്നത്. നോർത്ത് വെസ്റ്റ് കോർണറായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 14 അടിയോളം നീളവും 9 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. നോർത്തിലേക്ക് 3 ഡോർ വിൻഡോയും വെസ്റ്റിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. വിൻഡോകളെല്ലാം തന്നെ പാനലിംഗ് വർക്ക് ചെയ്ത് റോമൻ ബ്ലൈൻഡ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വെസ്റ്റ് സൈഡ് വാൾ കംപ്ലീറ്റ്ലി ടെക്സ്ചർ പെയിന്റ് ഒക്കെ കൊടുത്ത് ഭംഗിയുള്ള ഒരു വാൾ ലൈറ്റ് നൽകിയിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ വുഡൻ പാനലിംഗ് ഒക്കെ ചെയ്ത് സിലിണ്ടറിക്കൽ ലൈറ്റ്, സ്പോട്ട് ലൈറ്റും ഭംഗിയുള്ള ഒരു സീലിംഗ് ഫാനും നൽകിയിട്ടുണ്ട്. ഒരു കോർണറിലേക്ക് മാറി വലുപ്പമുള്ള ഒരു വാൾഡ്രോബ്, സൗത്ത് സൈഡ് വാളിലായിട്ട് ലൂവേർഡ് പാനലിംഗ് ഒക്കെ കൊടുത്ത് വലുപ്പമുള്ളൊരു മിററും ഡ്രസ്സിംഗ് യൂണിറ്റും വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെ ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ ജാഗ്വാറിന്റെ ഒരു വാഷ് കൗണ്ടർ, സ്റ്റോറേജ് ഒക്കെ നൽകിയിട്ടുണ്ട്. വാൾ മൗണ്ട് ആയിട്ടുള്ള ജാഗ്വാറിന്റെ വാട്ടർ ക്ലോസറ്റാണ് ഈ ഒരു ബാത്റൂമിൽ നൽകിയിരിക്കുന്നത്. വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും തമ്മിൽ ചെറിയൊരു സെപ്പറേഷൻ ഒക്കെ കൊടുത്തിട്ടാണ് ഈ സ്പേഷ്യസ് ആയ ബാത്റൂമും വരുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റും എക്സ്പോസ്റ്റ് ഫാനും ഹീറ്ററിനുള്ള പോയിന്റും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ സ്റ്റെയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. ഫ്ലോട്ടിംഗ് സ്റ്റൈലിലാണ് സ്റ്റെയർ വന്നിരിക്കുന്നത്. സ്റ്റെപ്പുകളെല്ലാം തന്നെ മാറ്റ് ഫിനിഷ് സ്റ്റൈൽ യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് ലൈറ്റ്സിന് പകരം ഇവിടെ പ്രൊഫൈൽ ലൈറ്റാണ് നൽകിയിരിക്കുന്നത്. ഹാൻഡ് റെയിൽ വുഡും ഗ്ലാസ് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് സ്റ്റെയർ വരുന്നത്. സ്റ്റെയർ കയറി വരുമ്പോൾ ലാൻഡിങ്ങിനോട് ചേർന്നായിട്ടുള്ള വോളിൽ ടെക്സ്ചർ പെയിൻ്റ് ഒക്കെ കൊടുത്ത് വലുപ്പമുള്ള ഒരു ഗ്ലാസ് വിൻഡോയും നൽകിയിട്ടുണ്ട്. സ്ലൈഡ് ചെയ്ത് തുറക്കാവുന്ന രീതിയിലാണ് ഗ്ലാസ് വിൻഡോ വരുന്നത്. പാനലിംഗ് ഒക്കെ ചെയ്ത് ഇവിടെയും റോമൻ ബ്ലൈൻഡ്സ് ആണ് നൽകിയിരിക്കുന്നത്. ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്ത് ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റ്സ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കയറി അപ്പർ ലിവിങ്ങിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് മുകളിലത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് സ്റ്റഡി റൂം നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. ഇവിടെയായിട്ടാണ് നമ്മുടെ സ്പേഷ്യസ് ആയ അപ്പർ ലിവിങ് വരുന്നത്. 17 അടിയോളം നീളവും 14 അടിയോളം വീതിയുമാണ് ഈ ഒരു അപ്പർ ലിവിങ് സ്പേസിന് ഉള്ളത്. അപ്പർ ലിവിങ്ങിൽ നിന്ന് നമുക്കൊരു ബാൽക്കണി കൂടി ലഭിക്കുന്നുണ്ട്. സ്ലൈഡ് ചെയ്ത് തുറക്കാവുന്ന രീതിയിലുള്ള UPVC ഡോറുകളാണ് നൽകിയിരിക്കുന്നത്. കർട്ടൻസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഈ ഒരു ബാൽക്കണിക്ക് ഹാൻഡ് റെയിലിന് പകരം സ്ക്വയർ ടു വർക്കാണ് നൽകിയിരിക്കുന്നത്. ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ട് നമുക്കൊരു ഈ ഏരിയ കൺവേർട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ലൂവേർഡ് ഡിസൈനിലുള്ള പാനലിംഗ് ഒക്കെ കൊടുത്ത് ഭംഗിയുള്ള സ്റ്റോറേജ് നൽകിയാണ് ഈ ഒരു TV യൂണിറ്റിൻ്റെ ഏരിയ ചെയ്തിരിക്കുന്നത്. സീലിംഗ് വർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ വുഡൻ ബീഡിംഗ് ഒക്കെ കൊടുത്ത് സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും ഭംഗിയുള്ള സീലിംഗ് ഫാനും ട്രാക്ക് ലൈറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നിന്ന് ബാൽക്കണിയിലേക്ക് ഉള്ള പാസേജിൻ്റെ ഒരു സൈഡിലായിട്ടാണ് താഴത്തെ അപ്പർ ലിവിങ് സ്പേസിൻ്റെ പോർഷൻ വരുന്നത്. ഇത് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും വുഡിലാണ് ചെയ്തിരിക്കുന്നത്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിൽ 14 അടിയോളം നീളവും 9 അടിയോളം വീതിയുമാണ് ഉള്ളത്. നോർത്തിലേക്ക് 3 ഡോർ വിൻഡോയും വെസ്റ്റിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. വിൻഡോകളെല്ലാം തന്നെ പാനലിംഗ് വർക്ക് ചെയ്ത് റോമൻ ബ്ലൈൻഡ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സീലിംഗിലേക്ക് വരികയാണെങ്കിൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റും ഭംഗിയുള്ള ഒരു സീലിംഗ് ഫാനും നൽകിയിട്ടുണ്ട്. ഒരു കോർണറിലേക്ക് മാറി വലുപ്പമുള്ള ഒരു വാൾഡ്രോബ് നൽകിയിട്ടുണ്ട്. വാൾഡ്രോബ് കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് ലൂവേർഡ് പാനലിംഗ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. സ്പേഷ്യസ് ആയ ഈ ഒരു ബാത്റൂമിൽ വെറ്റീരിയൻ ഡ്രൈഗിയനും തമ്മിൽ ചെറിയ സെപ്പറേഷൻ ഒക്കെ കൊടുത്ത് ജാഗ്വാറിൻ്റെ ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റും എക്സ്പോസ്റ്റ് ഫാനും ഹീറ്ററുള്ള പോയിന്റും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിൽ 14 അടി നീളവും 12.5 അടി വീതിയുമാണ് ഉള്ളത്. സൗത്തിലേക്കും വെസ്റ്റിലേക്കും വലുപ്പമുള്ള പെർമനൻറ്റ് ഗ്ലാസ് വിൻഡോ നൽകിയിട്ടുണ്ട്. കൂടാതെ ഡബിൾ ഷെയ്ഡുള്ള കർട്ടൻസും പാനലിങ്ങും ഒക്കെ ചെയ്തിട്ടുള്ള വിൻഡോ സ്ലൈഡ് ചെയ്ത് തുറക്കാവുന്ന രീതിയിലുമാണ് നൽകിയിരിക്കുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൊഫൈൽ ലൈറ്റും സ്പോട്ട് ലൈറ്റും ഭംഗിയുള്ള സീലിംഗ് ഫാനും നൽകിയിട്ടുണ്ട്. ഒരു കോർണറിലേക്ക് മാറി വലുപ്പമുള്ള ഒരു വാൾഡ്രോബും ഡ്രസ്സിംഗ് യൂണിറ്റും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ്
ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ സ്പേഷ്യസ് ആയ ബാത്റൂം വരുന്നത്. ഇവിടെയും കയറി വരുമ്പോൾ തന്നെ ജാഗോൻ്റെ ഒരു വാഷ് കൗണ്ടർ സ്റ്റോറേജ് നൽകിയിട്ടുണ്ട്. വാൾ മൗണ്ട് ആയിട്ടുള്ള ജാഗോൻ്റെ വാട്ടർ ക്ലോസറ്റാണ് നൽകിയിരിക്കുന്നത്. സ്പേഷ്യസ് ആയ ഈ ഒരു ബാത്റൂമിന് വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും തമ്മിൽ ചെറിയ സെപ്പറേഷനൊക്കെ കൊടുത്ത് സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റും എക്സ്പോസ്റ്റ് ഫാനും ഹീറ്ററിനുള്ള പോയിന്റും ഉൾപ്പെടെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ സ്റ്റഡി റൂം വരുന്നത്. 8.5 അടി നീളവും 6.5 അടി വീതിയുമാണ് ഈ ഒരു സ്റ്റഡി റൂമിൽ ഉള്ളത്. 2 പേർക്ക് ഇരിക്കാവുന്ന രീതിയിലാണ് ഇവിടെ ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. താഴെയും മുകളിലുമായിട്ട് അത്യാവശ്യം സ്റ്റോറേജും ഓപ്പൺ ബോക്സും ഒക്കെ കൊടുത്തിട്ടുണ്ട്. നോർത്തിലേക്ക് UPVCയുടെ സ്ലൈഡിംഗ് വിൻഡോ നൽകി റോമൻ ബ്ലൈൻഡ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റും പ്രൊഫൈൽ ലൈറ്റും ഉൾപ്പെടെയാണ് ഈ ഒരു സ്റ്റഡി റൂം വന്നിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി സ്പേസ് വരുന്നത്. 9 അടി നീളവും 8.5 അടിയോളം വീതിയുമാണ് ഈ ഒരു യൂട്ടിലിറ്റി സ്പേസിന് ഉള്ളത്. മാറ്റ് ഫിനിഷ് ടൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു കോർണറിലേക്ക് മാറിയാണ് വാഷിംഗ് മെഷീനുള്ള പോയിന്റ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഒരു സൈഡിനോട് ചേർന്നാണ് മുകളിലേക്കുള്ള ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ വന്നത്. സ്റ്റെയർ കോൺക്രീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ സ്പേഷ്യസ് ആയ ബാൽക്കണിയിലേക്ക് വരാം. 18 അടി നീളവും 9.5 അടി വീതിയുമുള്ള ഈ ഒരു ബാൽക്കണിയുടെ എൻട്രൻസ് ഭാഗത്തായിട്ട് പെർമനൻറ്റ് ഗ്ലാസ് വിൻഡോ നൽകി കർട്ടൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ചെറിയൊരു ജാളി വർക്കൊക്കെ നൽകി ഹാൻഡ് റെയിൽ MS ഗ്ലാസ്സും ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. കോർണറിലായിട്ട് ഒരു പില്ലർ വന്നിട്ടുണ്ട്. ഈ ഒരു ബാൽക്കണി ഒരു സൈഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൂടി നൽകിയിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ലൂവേർഡ് ഡിസൈനിലുള്ള പാനലിംഗ് ഒക്കെ നൽകി സിലിണ്ടറിക്കൽ ലൈറ്റാണ് വന്നിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് ബസ് റൂട്ടിലേക്ക് 1 കിലോമീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 3.5 കിലോമീറ്റർ, കാക്കനാടേക്ക് 5.5 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്ക് 7.5 കിലോമീറ്റർ, വിദ്യോദയ സ്കൂളിലേക്ക് 3 കിലോമീറ്റർ, റെയിൽവേ സ്റ്റേഷനിലേക്ക് 11 കിലോമീറ്റർ, കിൻഫ്ര ഹൈടെക് പാർക്കിലേക്ക് 5 കിലോമീറ്റർ, വണ്ടർല അമ്യൂസ്മെൻറ്റ് പാർക്കിലേക്ക് 4.7 കിലോമീറ്റർ, സമർട്ടൺ ഹോസ്പിറ്റലിലേക്ക് 4.7 കിലോമീറ്റർ എന്നിങ്ങനെയാണ് ഡിസ്റ്റൻസായി വരുന്നത്. 6 സെൻറ്റ് സ്ഥലത്ത് 2800 സ്ക്വയർ ഫീറ്റിൽ 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും സ്റ്റഡി റൂമും വർക്ക് ഏരിയയും 3 കാർ പാർക്കിംഗ് സൗകര്യത്തോടും കൂടിയ ഈ ഒരു വീടിന് ചോദിക്കുന്നത് 1,65 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും വാങ്ങുന്നതിനും കൺസ്ട്രക്ട് ചെയ്യുന്നതിനും ഹോം ലോൺ ഫെസിലിറ്റിക്കും സ്ക്രീനിൽ കാണുന്ന വുഡ് എസ്റ്റേറ്റ്സിൻ്റെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ബ്രോക്കറേജ് ഫീ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് വീട് സ്വന്തമാക്കാൻ ഞങ്ങളുടെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യൂ.